എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയപിക്സ്. ഞാൻ ഈ സ്പെഷ്യൽ രസം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പിയായിരുന്നു. ഇതുവരെ അതിന് ആരും ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടില്ല. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെയും നാനിയുടെയും രസത്തിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണെന്ന്. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അമ്മയുടെ രസം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു ചെറിയ പിടി കൊച്ചുള്ളി വേണം, 6 അല്ലി വെളുത്തുള്ളി വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം, കുറച്ചധികം കറിവേപ്പിലയും ഒരു പച്ചമുളകും വേണം. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നല്ലപോലെ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചുള്ളിയൊക്കെ ഇത് കണക്കെ കനം കുറച്ച് വട്ടത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. പച്ചമുളക് ജസ്റ്റ് ഒന്ന് സ്ലിറ്റ് ചെയ്തെടുക്കാം. ഇതുകൂടാതെ നമുക്ക് 2 വലിയ തക്കാളിയും നെല്ലിക്ക വലുപ്പത്തിൽ പിഴുപുളിയും വേണം. ഇത് വേണം നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കാനായിട്ട്. ഈ പിഴുപുളി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെക്കണം. 3 കപ്പ് വെള്ളത്തിലാണ് നമ്മളിത് കുതിർത്തെടുക്കേണ്ടത്. നല്ലപോലെ പിഴിഞ്ഞ് കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനായിട്ട്. അമ്മയുടെ റെസിപ്പി ഈസിയാണെന്ന് മാത്രമല്ല ഒട്ടും സമയം എടുക്കില്ല. അപ്പോൾ തീരെ സമയമില്ലാത്തപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. പിഴുപുളി കുതിർത്തതിന് ശേഷം തക്കാളിയും ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെക്കാം. ഇനി രസം ഉണ്ടാക്കാനായിട്ടുള്ള ചട്ടിയിലേക്ക് നമുക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പിഴുപുളി ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടി അരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ പുളിവെള്ളത്തിലിട്ട് വേണം നമ്മൾ തക്കാളി വേവിച്ചെടുക്കാനായിട്ട്. തക്കാളി നല്ലപോലെ വെന്തുടയുന്നിട വരെ വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട്. തക്കാളി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പുളി പോരാന്നുണ്ടെങ്കിൽ ബാക്കിയിരിക്കുന്ന പുളി ഒന്നുകൂടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നിട വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിവിടെ ഇരുന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ തീരെ സമയം എടുക്കില്ല എന്ന് പറഞ്ഞത്. അതിനായിട്ട് നമുക്കൊരു ചീനച്ചട്ടിയിലേക്കോ കടായിലേക്കോ എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പം കടുകും 1/4 ടീസ്പൂൺ ഉലുവായും ഉണക്കമുളകും ചേർത്ത് പൊട്ടിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാം ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. സ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ല ഒന്ന് മൂത്ത് വരുന്നിടവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. നല്ലപോലെ വഴണ്ട് ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഏറ്റവും കുറച്ച് വെക്കാം. നല്ല ചൂടായിട്ടുള്ള ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ തന്നെ കശ്മീരി ചില്ലി പൗഡറും 1 നുള്ള് ഉലുവാപ്പൊടിയും 1 നുള്ള് ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്ത് ചെറിയ തീയിലിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് സെക്കൻഡ്സ് ഒന്ന് വഴറ്റിയെടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. കായം ചേർത്ത് കൊടുത്ത് ഒരു 10 സെക്കൻഡ് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷവും നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചട്ടിയുടെ ചൂടിന് പൊടി കരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ല വെന്തുടഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് പുളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ പുളി ഒന്നുകൂടി ഞെവടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. നല്ല മണമാണ്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതിരുന്നൊന്ന് തിളയ്ക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടത്തുള്ളൂ. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 കാര്യങ്ങളൂടി ചേർത്ത് കൊടുക്കാനേ ബാക്കിയുള്ളൂ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടായി കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അവസാനമായിട്ട് നമുക്കിതിലേക്ക് കൊത്തിയരിഞ്ഞ് മല്ലിയില ചേർത്ത് കൊടുക്കാം. നിറച്ച് 1 ടീസ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ശർക്കരപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാകും. മല്ലിയിലയും ശർക്കരയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് ഇതൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ ഉടനെ തന്നെ നമുക്കൊരു ലിഡ് വെച്ച് ഇതൊന്ന് അടച്ചു വെക്കണം. 5 മിനിറ്റെങ്കിലും ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം മാത്രം ഇത് തുറന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അമ്മ സ്പെഷ്യൽ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഫീഡ്ബാക്കും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ചാനൽ കാണാൻ താല്പര്യമുള്ള ഏതെങ്കിലുമൊക്കെ റെസിപ്പീസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.